ഇനി നമ്മൾ പോകുന്നത് 23-ാമത്തെ പേജിലെ പ്ലാറ്റോണിക് കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്. നീതിയെക്കുറിച്ച് പ്ലാറ്റോവിൻ്റെ ആശയം എന്താണ്? ആഥൻസിൽ ജനാധിപത്യ അവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തായിരുന്നു പ്ലാറ്റോ ജീവിച്ചിരുന്നത്. ഒരു സ്റ്റേറ്റിനെ രക്ഷിക്കാനുള്ള ഏക പരിഹാരം നീതി മാത്രമാണ് എന്നാണ് പ്ലാറ്റോ പറയുന്നത്. ഒരു സ്റ്റേറ്റിൻ്റെ അഭേദ്യമായ ഒരു ഭാഗമാണ് ജസ്റ്റിസ്. ജസ്റ്റിസ് ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്നും മുറിച്ചു മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ വേർപിരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നീതി എന്ന് അദ്ദേഹം പറയുന്നു. കാരണം സ്റ്റേറ്റിൽ ഒരു നീതിയും കൂടി നിലനിന്നിരിക്കണം. നീതി എന്ന് പറഞ്ഞാൽ പൂർണ്ണ നന്മയാണ്. പൂർണ്ണ നന്മ, വെർച്യു എന്ന് പറഞ്ഞാൽ നന്മ അല്ലെങ്കിൽ നല്ല ബോധം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പൂർണ്ണ നന്മയാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ, അഥവാ പൂർണ്ണ ഗുഡ്നെസ്. എല്ലാം ഒന്ന് മലയാളം ഒന്ന് തന്നെ. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ നന്മയാണ്. വെർച്യുവിൻ്റെ അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് കംപ്ലീറ്റ് ഗുഡ്നെസ്. ജസ്റ്റിസിൽ വിവേകമുണ്ടായിരിക്കണം, ധൈര്യമുണ്ടായിരിക്കണം, അപ്പിറ്റേറ്റ് ഉണ്ടായിരിക്കണം, തൃഷ്ണ, ആഗ്രഹം. ഒരു സ്റ്റേറ്റിൻ്റെയും ഓരോ വ്യക്തികളുടെയും യഥാർത്ഥ അവസ്ഥ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓരോ വ്യക്തികളുടെ അവകാശമല്ല ഇവിടെ ജസ്റ്റിസ് കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നിയമങ്ങളോ അല്ലെങ്കിൽ കോടതിയോ കൊണ്ടൊന്നും, അഥവാ നിയമവ്യവസ്ഥ, കോടതി വ്യവസ്ഥ എന്നിവ കൊണ്ടൊന്നും ഒരു ജസ്റ്റിസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നാണ് പ്ലാറ്റോ പറയുന്നത്. പിന്നെ എന്താണ് ഒരു നീതി? എന്താണ് നീതി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൻ്റെയും വ്യക്തികളുടെയും ധാർമ്മികമായ ചിന്തകളാണ്, അല്ലെങ്കിൽ ഒരുതരം ധാർമ്മികമായ തത്വങ്ങളാണ് നീതി എന്ന് പറയുന്നത്. ഒരാളും മറ്റൊരാളുടെ പ്രവർത്തനത്തെ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. ഇൻ്റർഫിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇടപെടുക എന്നർത്ഥം. അത് വെറും ഇടപെടില്ല, മോശമായ ഇടപെടുക, അതിന് തടസ്സമുണ്ടാക്കുക. ഒരാളും മറ്റൊരാളുടെ പ്രവർത്തനത്തിൽ ഇടപെടാൻ പാടില്ല എന്നതാണ് നീതി. ഓരോരുത്തരും അവരവരുടെ ജോലിയുമായി മുന്നോട്ട് പോവുക. അഥവാ ഓരോ സ്റ്റേറ്റിലും ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായ പ്രവർത്തനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ സ്പെഷ്യലൈസ് ചെയ്തതായിരിക്കും പ്ലാറ്റോയിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു സ്റ്റേറ്റ്. നീതിക്ക് 2 രീതിയുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അഥവാ 2 തരത്തിലുള്ള നീതി, 2 മാനങ്ങളുണ്ട്. നീതിക്ക് 2 മാനങ്ങളുണ്ട്. ഒന്ന് വ്യക്തിപരമായ മാനങ്ങൾ, അഥവാ വ്യക്തിയാധിഷ്ഠിതമായ നീതി. മറ്റൊന്ന് സാമൂഹ്യാധിഷ്ഠിതമായ അല്ലെങ്കിൽ സാമൂഹ്യ മാനമുള്ള നീതി. അതിൽ വ്യക്തിഗതമായ ലെവൽ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും അവൻ്റെതായ വ്യക്തിപരമായ അവൻ്റെ ജീവിതത്തിൽ ജോലി അല്ലെങ്കിൽ എന്താണ് പറയുക, വൊക്കേഷൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോലി എന്നും താല്പര്യം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ വ്യക്തിപരമായ താല്പര്യം, വ്യക്തിപരമായ ജോലിയൊക്കെ ഉണ്ടായിരിക്കണം. അതാണ് എന്താണ് പറയുക, ഇൻഡിവിജ്വൽ മാനം, വ്യക്തിപരമായ രീതിയിലുള്ള നീതി എന്ന് പറയുന്നത്. അഥവാ ഒരു പ്രത്യേകമായ അഭിലാഷമുള്ള, ആഗ്രഹമുള്ള ഒരു വ്യക്തി ഒരു തൊഴിലാളിയായി മാറണം. അതുപോലെ ധൈര്യമുള്ള വ്യക്തി ഒരു സോൾജറായി മാറണം. വിവേകമുള്ള വ്യക്തി, അതുപോലെ തത്വചിന്തയും വിവേകവുമുള്ള ഒരു വ്യക്തി ഫിലോസഫറായി, തത്വചിന്തകനായി മാറണം. അങ്ങനെ ഓരോ വ്യക്തികളും അവരുടേതായ കഴിവനുസരിച്ച് ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ തൊഴിലാളിയാവുക, അല്ലെങ്കിൽ സൈനികനാവുക, അല്ലെങ്കിൽ ഫിലോസഫറാവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം അതിൽ ബന്ധിപ്പിച്ചിട്ടാവണം. അഥവാ പ്രവർത്തനങ്ങളൊക്കെ ഓരോ വിഭാഗത്തിനും വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കണം. ഇതാണ് വ്യക്തിപരമായ മാനത്തിലുള്ള നീതി എന്ന് പറയുന്നത്. അതേസമയം സാമൂഹ്യ മാനത്തിലൂടെ നീതിയെ നോക്കിക്കാണുകയാണെങ്കിൽ, അഥവാ സാമൂഹ്യ അടിസ്ഥാനത്തിൽ നീതിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ സമൂഹം 3 വിഭാഗമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്
പറയുന്നത്. സമൂഹത്തെ 3 വിഭാഗമായി അല്ലെങ്കിൽ 3 വർഗമായി വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിൽ ഒരു വർഗം റീസണിനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്, അഥവാ റീസൺ എന്ന ഘടകം ഉള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ചിന്താശേഷി. മറ്റൊന്ന് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആവേശം അല്ലെങ്കിൽ വിശ്വാസം, രാജ്യത്തോടുള്ള കൂറ്, വിശ്വാസം, ആത്മബന്ധം, ഇതൊക്കെ ഉള്ളവരായിരിക്കണം. അവരാണ് സൈനികരായി മാറുന്നത്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് തൊഴിൽ എടുത്ത് വല്ലതും ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള തൃഷ്ണ, ആഗ്രഹമുള്ളവർ, അപ്പിറ്റേറ്റ് ഉള്ളവർ. ഇങ്ങനെ 3 വിഭാഗം, 3 പ്രധാന ഘടകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 3 വിഭാഗമുണ്ടായി സമൂഹം 3 വിഭാഗമായി മാറും എന്നാണ് പ്ലാറ്റോ പറയുന്നത്. അങ്ങനെ ഓരോ വിഭാഗത്തിനും അതിൻ്റെതായ ജോലിയും അതിൻ്റെതായ പ്രവർത്തനവുമുണ്ട്. അത് അവർ മാത്രമേ അവരുടെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. അതോടുകൂടി നമുക്കൊരു കാര്യം നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ പറ്റും. സമൂഹം അവരുടെ കഴിവനുസരിച്ച് ഓരോ വിഭാഗമായി സ്പെഷ്യലൈസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ അതിനനുസരിച്ച് നീതി നടപ്പിലാക്കേണ്ടതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാണ് നീതി എന്ന് പറയുന്നത്. ഇനി ഒരു മാനം കൂടി ഉണ്ട് എന്നാണ്, അഥവാ പ്ലാറ്റോവിൻ്റെ നീതി എന്ന സങ്കല്പത്തിൽ ഒരു മാനം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അഥവാ സമൂഹത്തെ 2 വിഭാഗമാക്കി തിരിച്ചിരിക്കുന്നു. ഒന്ന് താഴ്ന്ന വിഭാഗം, മറ്റൊന്ന് ഉയർന്ന വിഭാഗം എന്ന്. അതിൽ ഉയർന്ന വിഭാഗം ഫിലോസഫറും സോൾജിയറുമാണ്. അവർക്ക് സ്വന്തമായി ഒരു കുടുംബമോ വ്യക്തിപരമായ ഒരു കുടുംബമോ വ്യക്തിപരമായ കുടുംബ ജീവിതമോ ഇല്ല. അവർ എല്ലാവരും സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. അവർക്ക് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം നോക്കി നടത്താനുള്ള സമയമില്ല. പക്ഷേ ഇതാണ് പ്ലാറ്റോവിൻ്റെ നീതിയുമായി ബന്ധപ്പെട്ടുള്ള സങ്കല്പം. പക്ഷേ ഇതിനെയും ശക്തമായി വിമർശിച്ചിരിക്കുകയാണ്, പല ആൾക്കാർ വിമർശിച്ചിരിക്കുകയാണ്. പ്രധാനമായും 5 വിമർശനമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായി പറയുന്നത്, പ്ലാറ്റോവിൻ്റെ നീതി എന്ന സങ്കല്പം വെറും ധാർമ്മികപരമായ കാര്യങ്ങൾ മാത്രമാണ് അതിലുള്ളത്, നിയമപരമായ ഒന്നും അതിലില്ല. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, എന്താ കാരണം മുമ്പ് പറഞ്ഞിരുന്നു, സമൂഹത്തിൽ നീതി നടപ്പിലാക്കുന്നതിന് കോടതിയോ നിയമമോ പരിഗണിക്കേണ്ടതില്ല, മറിച്ച് മനുഷ്യന്മാർക്കിടയിലുള്ള ധാർമ്മിക ബോധമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വെറും ധാർമ്മിക മൂല്യങ്ങൾ മാത്രമാണ് ഇവിടെ നീതി നടപ്പിലാക്കാനുള്ളത്. രാജ്യത്തിന് സ്വന്തമായിട്ട് നീതി നടപ്പിലാക്കാൻ വേണ്ടി നിയമങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് പ്ലാറ്റോയുടെ സങ്കല്പം. ഇതിനെ പലരും വിമർശിച്ചിരിക്കുകയാണ്. വെറും ധാർമ്മിക മൂല്യം മാത്രമേ പ്ലാറ്റോയുടെ രാജ്യം എന്ന ആ സങ്കല്പത്തിലുള്ളൂ, നീതി നടപ്പിലാക്കാനുള്ളൂ എന്നാണ് ഒന്നാമതായി വിമർശകർ പറയുന്നത്. രണ്ടാമതായി വിമർശകർ പറയുന്നത്, സിറ്റി സ്റ്റേറ്റ് എന്ന ചെറിയ രൂപത്തിലുള്ള രാജ്യത്തിൽ മാത്രമേ പ്ലാറ്റോയുടെ നീതി സങ്കല്പം നടപ്പിലാക്കാൻ കഴിയുള്ളൂ, പ്രായോഗികമാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മറ്റു രാജ്യങ്ങളിൽ, വിശാലമായ രൂപത്തിലുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ ഇത്തരം നീതി നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്ന് വിമർശകർ പറയുന്നു. മൂന്നാമതായി ഇതിനെ വിമർശിക്കുന്നത്, ഓരോ വ്യക്തികളിലും എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളിലും റീസണും ഉണ്ട്, സ്പിരിറ്റും ഉണ്ട്, അപ്പിറ്റേറ്റും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചിന്താശേഷിയുണ്ട്, ആവേശമുണ്ട്, സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള തൃഷ്ണയുമുണ്ട്. അതൊക്കെ ഓരോ വ്യക്തികളിലും ഉണ്ട്. പക്ഷേ അതിനർത്ഥം ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമായി സ്പെഷ്യലൈസ് ചെയ്യാൻ കഴിയുകയില്ല എന്നാണ്. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാ ചിന്താഗതിയും, എല്ലാ സ്പിരിറ്റും, എല്ലാ അപ്പിറ്റേറ്റും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസ് ചെയ്യാൻ ആവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പ്ലാറ്റോൻ്റെ നീതി സങ്കല്പത്തിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ റീസൺ ഒരു വിഭാഗത്തിനേ ഉള്ളൂ, അവർ ഫിലോസഫർ ആവണം. അപ്പിറ്റേറ്റ് ഒരു വിഭാഗത്തിനേ ഉള്ളൂ, അവർ തൊഴിലാളികളാവണം. സ്പിരിറ്റ് ഒരു വിഭാഗത്തിനേ ഉള്ളൂ, അവർ സൈനികരാവണം എന്നാണ് പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഒരു വ്യക്തിക്ക് തന്നെ ഇതെല്ലാം ഉണ്ട് എങ്കിൽ അവനിക്ക് ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് തന്നെ
പിന്നെ ഒരു ഫിലോസഫർക്ക് സ്പിരിറ്റോ അല്ലെങ്കിൽ അപ്പിറ്റൈറ്റോ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഈ പ്ലാറ്റോ പറയുന്ന ആശയം. അപ്പോൾ അത് തെറ്റായ ഒരു ആശയമാണ്, അഥവാ അത് വസ്തുതകൾക്ക് നിരക്കാത്ത ആശയമാണ് എന്നാണ് വിമർശനം പറയുന്നത്. നാലാമത്തെ വിമർശനമായി പറയുന്നത് ഫിലോസഫർ കിങ് എന്ന് പറയുമല്ലോ, അവിടുത്തെ രാജാവ് ഒരു ഫിലോസഫറായിരിക്കണം, അതോടെ അവിടുത്തെ രാജാവ് ഒരു ഫിലോസഫറായ കിങ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഫിലോസഫർ സ്വേച്ഛാധിപതിയായിരിക്കും. ഡെസ്പോട്ട് എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതി, സ്വന്തം ഇഷ്ടപ്രകാരത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. അപ്പോൾ ആ രൂപത്തിലായിരിക്കും. കാരണം എല്ലാ അധികാരങ്ങളും ആ ഫിലോസഫർ രാജാവിലായിരിക്കും ഉണ്ടാവുക. കാരണം ഫിലോസഫറാണല്ലോ രാജാവാവേണ്ടത്. ഒരു രാജാവ് നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ ആ നിയമം അയാൾക്ക് ബാധകമല്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ നിയമം ഉണ്ടാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജാവ് ഡെസ്പോട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതിയായിരിക്കും എന്നാണ് ഒരു വിമർശനം. മറ്റൊരു വിമർശനമായി പറയുന്നത് ഭാര്യ, അതുപോലെ സ്വത്ത്, ഭാര്യ അതുപോലെ കുടുംബം, ഇതൊക്കെ കമ്മ്യൂണിസം ആവുക എന്ന് പറഞ്ഞാൽ പൊതു സ്വത്തായി മാറുക എന്നത് പ്രാക്ടിക്കലായ അല്ലെങ്കിൽ പ്രായോഗികമായൊരു ആശയമല്ല. ഇത് മനുഷ്യ പ്രകൃതത്തിന് തന്നെ വിരുദ്ധമാണ്. ഇതാണ് പ്ലാറ്റോയിൻ്റെ നീതി ബോധവും നീതി ആശയവും നീതി സങ്കല്പവും അതിനെതിരെയുള്ള വിമർശനങ്ങളും. ഇനി പ്ലാറ്റോൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. പേജ് നമ്പർ 24 നിങ്ങൾ കടന്നു വരേണ്ടത്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് വിദ്യാഭ്യാസ പ്രവർത്തനമെന്ന് പ്ലാറ്റോ പറയുന്നു. ഓരോ സ്റ്റേറ്റിനും വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടായിരിക്കണം. ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായിരിക്കണം അത് എന്ന് പ്ലാറ്റോ നിഷ്കർഷിക്കുകയാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായും ഗവൺമെൻറ് നേരിട്ട് സ്ട്രിക്റ്റായി കൺട്രോൾ ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് നന്മ നേടിയെടുക്കുക അല്ലെങ്കിൽ നന്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ നാട്ടിൽ ജസ്റ്റിസ് നിലനിൽക്കും, അഥവാ നീതി നിലനിൽക്കും. അതോടെ ഓരോ വ്യക്തികൾക്കും സ്വന്തത്തെ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതോടുകൂടി ഓരോ വ്യക്തിയും സമൂഹത്തിൽ ഇണങ്ങിച്ചേർന്ന് എന്താ പറയുക, ഹാർമോണിയസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഐക്യത്തോടുകൂടി ജീവിക്കാൻ അവനെ പ്രാപ്തനാക്കും. അതോടുകൂടി അവനിക്ക് നല്ല ജീവിതം ലഭിക്കും. അത് ലഭിക്കാൻ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആണിനും പെണ്ണിനും വിദ്യാഭ്യാസം നൽകിയിരിക്കണം. അവർക്ക് രണ്ടുപേർക്കും തുല്യമായ വിദ്യാഭ്യാസം നൽകിയിരിക്കണം. ഒരേ രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകിയിരിക്കണം. ഇതൊക്കെ പ്ലാറ്റോ പറയുന്ന ആശയമാണ്. ഇതൊരു സിസ്റ്റമാറ്റിക് ആൻഡ് പ്രോഗ്രസീവ് ആയിരിക്കണം, അഥവാ പുരോഗമനാത്മകവും വ്യവസ്ഥാപിതവുമായിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും പഠിപ്പിക്കുക എന്ന രൂപത്തിലാവരുത്. വ്യവസ്ഥാപിതവും കൃത്യമായ പ്രോഗ്രസീവുമായിരിക്കണം വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായും 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അടിസ്ഥാന വിദ്യാഭ്യാസവും മറ്റൊന്ന് ഉന്നത വിദ്യാഭ്യാസവുമാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം തന്നെ 3 രൂപത്തിലായിരിക്കണം. ഒന്നാമതായിട്ട് സബ് സ്റ്റേജ്, രണ്ടാമതായിട്ട് സബ് സ്റ്റേജ്, മൂന്നാമതായിട്ട് ഒന്നാം സബ് സ്റ്റേജ്, രണ്ടാം സബ് സ്റ്റേജ്, മൂന്നാം സബ് സ്റ്റേജ്. അങ്ങനെ 3 സ്റ്റേജുകൾ ഉണ്ടായിരിക്കണം. അടിസ്ഥാന വിദ്യാഭ്യാസം തന്നെ 3 സ്റ്റേജ് ഉണ്ടായിരിക്കണം. ആ 3 സ്റ്റേജുകളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത് സ്റ്റേജ് ജന്മം മുതൽ 6-ാം വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസമാണ്. ഈ കാലഘട്ടത്തിലാണ് ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഭാഷയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലൂടെയാണ് അവർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത്. ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് കഥകളിലൂടെയും ചിത്രങ്ങളിലൂടെയുമാണ് വിദ്യാഭ്യാസം നൽകേണ്ടത്. അവർക്ക് അവരുടേതായ നല്ല രീതിയിലുള്ള മനോഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്, അഥവാ നല്ല രീതിയിലുള്ള ചിന്താഗതികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം നൽകുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ LKG എന്ന് പറയില്ലേ, ആ രൂപത്തിലുള്ള വിദ്യാഭ്യാസം അതേ ഉള്ളൂ. പഠിപ്പിക്കുന്നത് വെറുതെ ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ് ഇങ്ങനെ. ഇനി 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസമാണ് സെക്കൻഡ് സബ് സ്റ്റേജ് ബേസിക് വിദ്യാഭ്യാസം. അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ 2ാമത്തെ സ്റ്റേജാണ്
6 മുതൽ 18 വയസ്സ് വരെ പഠിപ്പിക്കേണ്ടത്. ഈ സമയത്ത് മ്യൂസിക്കും ജിംനാസ്റ്റിക്കും പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് പ്ലാറ്റോ പറയുന്നത്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആത്മാവിന് വേണ്ടി ഉള്ള ഒരു വിദ്യാഭ്യാസമാണ്, അഥവാ ആത്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള, ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസമാണ് മ്യൂസിക്. എന്നാൽ ശാരീരികമായ വികസനം ഉണ്ടാക്കാൻ വേണ്ടി, ശാരീരികമായ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് ജിംനാസ്റ്റിക്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ പറയുന്നത് അത് 18 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ സമയത്താണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ വിദ്യാഭ്യാസം നൽകേണ്ടത്. അതുപോലെ തന്നെ നിർബന്ധമായ മിലിറ്ററി ട്രെയിനിങ് അഥവാ സൈനിക ട്രെയിനിങ് പരിശീലനം നൽകേണ്ടതുണ്ട്. ഇത് രാജ്യത്തിൻ്റെ പ്രതിരോധത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ഉദ്ദേശം വെച്ചിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളാണ് ബേസിക് എഡ്യൂക്കേഷൻ. ഇനി ഉന്നത വിദ്യാഭ്യാസവും ഇതുപോലെ പല ഘട്ടമായി വേർതിരിച്ചിട്ടുണ്ടായിരിക്കാം. ഏതായാലും ഉന്നത വിദ്യാഭ്യാസം പറയുന്നത് 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള പഠനത്തിനാണ് ഉന്നത വിദ്യാഭ്യാസം എന്നതുകൊണ്ട് പ്ലാറ്റോ ഉദ്ദേശിക്കുന്നത്. ഇതിന് 2 സ്റ്റേജ് ആക്കിയിരിക്കുകയാണ്. 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആദ്യ സ്റ്റേജ്, 30 മുതൽ 35 വരെയുള്ള രണ്ടാമത്തെ സ്റ്റേജ്. അതിൽ ലോജിക്ക്, മാത്തമാറ്റിക്സ്, ലോജിക്ക് എന്ന് പറഞ്ഞാൽ യുക്തിശാസ്ത്രം, യുക്തി, അതുപോലെ കണക്ക്, ജോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ത്രികോണം, മറ്റേ മട്ടത്രികോണ സാധനമില്ലല്ലേ, ചതുരമൊക്കെ, അതൊക്കെ. പിന്നെ അതേപോലെ തന്നെ അസ്ട്രോണമി, അത് നമ്മൾ വിചാരിക്കും അത് കണക്കിൽപ്പെട്ടതാണ്. സംഭവത്തിൽ മാത്തമാറ്റിക്സും ജോമെട്രിയും വേറെ വേറെയാണ്. മാത്സിൻ്റെ ഉള്ളിലുള്ള ഒരു പാഠമായിട്ടാണ് സത്യത്തിൽ ഈ ജോമെട്രി പഠിപ്പിക്കുന്നത്. പക്ഷെ മാത്സ് വേറെയാണ്. മാത്സ് എന്ന് പറഞ്ഞാൽ 1 1 1 2 2 1 3 എന്നുള്ള രൂപത്തിൽ ആ കണക്കുകളാണ്. എന്നാൽ ചിത്രങ്ങൾ, ചതുരം, വൃത്തം, അതിൻ്റെയൊക്കെ വ്യാപ്തം, അതിൻ്റെ വ്യാസം, അതിൻ്റെ കോണ്, അങ്ങനെല്ലാം പറയുന്നതിന് ജോമെട്രി എന്ന് പറയാം. അപ്പോൾ ജോമെട്രി, മാത്തമാറ്റിക്സ്, ലോജിക്ക്, ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നക്ഷത്രശാസ്ത്രം, അത് ആസ്ട്രോളജിയാണ്. ആസ്ട്രോണമി വാനശാസ്ത്രം, ഇതൊക്കെ പഠിപ്പിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. ഇത് എല്ലാവരും പഠിക്കണമെന്ന് നിർബന്ധമില്ല. മറിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് താല്പര്യമുള്ള, അതുപോലെ തന്നെ തത്വശാസ്ത്രത്തിലൊക്കെ കഴിവുള്ള, സയൻസിലൊക്കെ താല്പര്യവും അഭിരുചിയുമുള്ള സ്റ്റുഡൻസിനെയാണ് ഇത്തരം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേർക്കേണ്ടത് എന്ന് പ്ലാറ്റോ പറയുകയാണ്. ഇത്തരം വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നത് അവരുടെ ബുദ്ധിയും വിവേകവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. 30ാമത്തെ വയസ്സിൽ ഒരു ടെസ്റ്റ് നടത്തണം. ആ ടെസ്റ്റിൽ പാസ്സാവുകയാണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെയുള്ളത് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അഥവാ 20 മുതൽ 30 വയസ്സ് വരെയാണല്ലോ ഒന്നാം സ്റ്റേജ് ഹയർ സ്റ്റഡീസിൻ്റെ. അതിനുശേഷം ഒരു പരീക്ഷ നടത്തിയിട്ട് ആ പരീക്ഷയിൽ പാസ്സായവരെയാണ് 35 വയസ്സ് വരെയുള്ള അതിൻ്റെ 2ാം സ്റ്റേജിലേക്ക് കടത്തിവിടേണ്ടത്. അവിടെ വെച്ച് ആ 2ാം സ്റ്റേജിൽ വെച്ച് ഡയലക്റ്റിക്സ് പഠിപ്പിക്കണം. അഥവാ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യണം, എങ്ങനെ സംവദിക്കണം എന്ന ആശയ സംവാദം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവർ വളരെ നല്ല കുട്ടികളായിരിക്കണം. അവർക്ക് വേണമെങ്കിൽ 50 വയസ്സ് വരെ പഠിക്കാൻ സൗകര്യമുണ്ടായിരിക്കണം. അവരാണ് ഭാവിയിൽ ഫിലോസഫർ രാജാവായി അഥവാ ഫിലോസഫർ കിങ് ആയി മാറുക. അവർ രാജ്യത്ത് ഭരണം നടത്തും. അത്തരം ഫിലോസഫർ കിങ്ങുകൾ അഥവാ രാജാവുകൾ അവർക്ക് ജീവിതാവസാനം വരെ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കഴിയും. അവരുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജീവിതാവസാനം വരെയാണ്, ലൈഫ് ലോങ് എഡ്യൂക്കേഷനാണ്. പക്ഷേ ഈ പ്ലാറ്റോയുടെ വിദ്യാഭ്യാസ രീതിയെ വിമർശിക്കുന്നവരുണ്ട്. ആ വിമർശനം 3 രൂപത്തിലാണ് വിമർശിച്ചിരിക്കുന്നത്. മേജർ ക്രിറ്റിസിസം ആർ ഫോളോയിങ്. അതിനെ വിമർശിച്ച പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായുള്ള വിമർശനം പറയുന്നത് പ്രൊഡക്റ്റീവ് ക്ലാസ്സുകളെക്കുറിച്ച് വളരെ കുറച്ച് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അഥവാ പ്ലാറ്റോൻ്റെ വിദ്യാഭ്യാസപരമായ സ്കീമിൽ പ്രൊഡക്റ്റീവ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഉൽപാദനാത്മക ക്ലാസ്സുകൾ പ്രൈമറി എഡ്യൂക്കേഷനിൽ മാത്രമേ നൽകുന്നുള്ളൂ, എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ മാത്രമേ നൽകുന്നുള്ളൂ.
അഥവാ ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത് സൈനികർക്കും ഗവൺമെൻറ്റിനെ ഭരണം നടത്തുന്ന ഫിലോസഫർ ഭരണവർഗത്തിനും മാത്രമേ ഉള്ളൂ. ലേബർ വിഭാഗത്തിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല, അത്തരം വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം വരുന്നില്ല എന്നതാണ് പ്ലാറ്റോവിൻ്റെ വിദ്യാഭ്യാസ മാതൃക എന്ന് പറയുന്നു. അത് വളരെ മോശമാണ്. കാരണം തൊഴിലാളികളായ ആൾക്കാർക്കും ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടതാണ് എന്നതാണ് ഒരു ആശയം. എന്നാൽ രണ്ടാമത്തെ വിമർശനം പറയുന്നത് വെറൈറ്റി ഇല്ല, ആബ്സെൻസ് ഓഫ് വെറൈറ്റീസ്. വെറൈറ്റി ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതില്ലേ, വ്യത്യസ്തതകളില്ല. ഓരോ വിദ്യാർത്ഥികളിലുമുള്ളതായ വ്യത്യസ്തതയെ മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കാൻ പ്ലാറ്റോയുടെ വിദ്യാഭ്യാസ പ്ലാനിന് ഒരു പരിഗണനയുമില്ല. എന്നാൽ കുട്ടികളുടെയൊക്കെ ചിന്താഗതിയും കഴിവുകളൊക്കെ വ്യത്യസ്തമാണല്ലോ. അങ്ങനെയാകുമ്പോൾ വ്യത്യസ്തമായ തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകണമല്ലോ. കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത്, സയൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത്, സ്പോർട്സിൽ പഠിക്കാൻ താല്പര്യമുള്ള അത്. ആ രൂപത്തിൽ ഓരോ വിഭാഗത്തിനും ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ കഴിവുകളും താല്പര്യങ്ങളാണ്. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ പ്ലാറ്റോവിൻ്റെ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അഥവാ ഓരോ പ്രായക്കാർക്കും ഒരേ വിദ്യാഭ്യാസം, അഥവാ ഒരു പ്രായമുള്ളവർക്ക് ഒരേ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. ഒരു ജനങ്ങളിലെ പല വിഭാഗമുണ്ട്, ആ വിഭാഗങ്ങൾക്കൊക്കെ ഒരേ വിദ്യാഭ്യാസം നൽകുക എന്ന ആശയമാണ് ഇദ്ദേഹം നിർദ്ദേശിക്കുന്നത്. അഥവാ യൂണിഫോം കറിക്കുലം ഉദ്ദേശിക്കുന്നത് ഒരേ രൂപത്തിലുള്ള വിദ്യാഭ്യാസ ചട്ടം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആണ്, സിലബസാണ് പഠിപ്പിക്കേണ്ടത് എന്നാണ് പ്ലാറ്റോ പറയുന്നത്. അത് ശരിയല്ല എന്നും ഓരോ വ്യക്തികൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്തമായ വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് എന്നുമാണ് വിമർശകർ പറയുന്നത്. അടുത്തതായി വിമർശിക്കുന്നത് ലിറ്റററി എഡ്യൂക്കേഷന് ഒരു പ്രാധാന്യം നൽകുന്നില്ല, അഥവാ സാഹിത്യപരമായ വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്ന് ഒരു വിമർശനം നടത്തിയിരിക്കുന്നു. കാരണമായി പറയുന്നത് പ്ലാറ്റോവിൻ്റെ വിദ്യാഭ്യാസത്തിൽ എന്താ പറയുക, മാത്സിനും ജിയോമെട്രിക്കും ഒക്കെ പ്രാധാന്യം നൽകുന്നുണ്ട്, പക്ഷേ സാഹിത്യത്തിന് പ്രാധാന്യം നൽകുന്നേയില്ല. അതുകൊണ്ട് തന്നെ സാഹിത്യത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് പ്ലാറ്റോ നിഷ്കർഷിച്ചിരിക്കുന്നത് എന്നതാണ് ഒരു വിമർശനം. അതോടെ ആ വിമർശനം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ 26-ാമത്തെ പേജിലാണുള്ളത്. ഇനി കമ്മ്യൂണിസത്തെക്കുറിച്ച് പ്ലാറ്റോവിൻ്റെ തത്വങ്ങൾ. അപ്പോൾ കമ്മ്യൂണിസം എന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നു അല്ലേ? ഇത് യേശു ജനിക്കുന്നതിന് മുമ്പേ കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പൊതുജീവിതം എന്നർത്ഥം. അഥവാ സ്വത്തും മറ്റുള്ളതൊക്കെ പൊതുജനങ്ങൾക്കുള്ളതാണ്. ഓരോ ആളും സ്വന്തം വലിയ വലിയ പണക്കാരനായിട്ട് അങ്ങനെ മാറണ്ട. എല്ലാവരും പാവപ്പെട്ടവരും പണക്കാരൊക്കെ ഇഴകിച്ചേർന്ന് ഒറ്റ സാമ്പത്തികമായ വിഷയത്തിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യത വരുത്തിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് കമ്മ്യൂണിസം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ കാലത്തെ കമ്മ്യൂണിസമോ കോൺഗ്രസ്സോ BJP എന്നുള്ള രൂപത്തിലുള്ളതല്ല. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള കമ്മ്യൂണിസം ഈ രൂപത്തിൽ ആണെങ്കിൽ അതാണ് എന്ന് പറയാം. ഏതായാലും നമുക്കത് അങ്ങനെ രാഷ്ട്രീയ ചർച്ചയിലൊക്കെ ഒന്നും പോകണ്ട. അപ്പോൾ ഇതിലേക്ക് നോക്കാം. പ്ലാറ്റോസ് തിയറി ഓഫ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്ന ആശയം എന്ന് പറഞ്ഞാൽ പൊതു സ്വത്ത് എന്ന ആശയം, അതാണ് അടുത്ത് പറയുന്നത്. ആധുനിക കാലത്തെ കമ്മ്യൂണിസത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കമ്മ്യൂണിസമാണ് പ്ലാറ്റോയുടെ കമ്മ്യൂണിസം. ആധുനിക കമ്മ്യൂണിസം എന്ന് ഉദ്ദേശിക്കുന്നത് സമ്പത്ത് എല്ലാവർക്കും പൊതുവായി ഉപയോഗിക്കാൻ കഴിയണം. വലിയ പണക്കാരുടെ അടുത്ത് കുറേ പണം ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നികുതി കൂടുതൽ വാങ്ങിച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷ്യക്കിറ്റും മറ്റുള്ള വീട് എന്താണ് പറയുക, മറ്റേ വീടിൻ്റെ ഒരു വീടില്ലേ, ലൈഫ് വീട്, അങ്ങനത്തെ വീടുകൾ, അങ്ങനത്തെ സൗകര്യങ്ങൾ നൽകുക എന്നാണ് ഈ ആധുനിക കമ്മ്യൂണിസം. എന്നാൽ പ്ലാറ്റോൻ്റെ കമ്മ്യൂണിസം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അഥവാ കമ്മ്യൂണിസം എന്നുള്ളത്, അഥവാ പൊതു സ്വത്ത് എന്നുള്ളത് ഉന്നത വിഭാഗത്തിന് മാത്രമാണ് എന്നാണ് പ്ലാറ്റോ പറയുന്നത്. താഴേക്കിടയുള്ള വിഭാഗത്തിന് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് സ്വതന്ത്രമായി ഓരോ സ്വത്തുണ്ടാക്കാം, സ്വതന്ത്രമായി ഒരു കുടുംബം ഒക്കെ ഉണ്ടാക്കാം. എന്നാൽ ഉയർന്ന വിഭാഗത്തിന് മാത്രമാണ് കമ്മ്യൂണിസം ഉള്ളത് എന്നാണ് പ്ലാറ്റോ പറയുന്നത്. ഇതിൽ ഉയർന്ന വിഭാഗം എന്നുദ്ദേശിക്കുന്നത് ഫിലോസഫറും സൈനികരുമാണ്. അവരുടെ തൊഴിലാണെങ്കിൽ, അവരുടെ ജോലിയാണെങ്കിൽ രാജ്യഭരണമാണ്.
അവർ അതിൽ സൈനികരാണ് രാജ്യത്തെ കാക്കുന്നവർ. അതുപോലെ തന്നെ പിന്നെ രാജ്യത്തെ നല്ല രൂപത്തിൽ ഭരണം നടത്തേണ്ടത് ഫിലോസഫറാണ്. ഇവർക്കാണ് ചിന്ത എന്ന ആ റീസൺ എന്ന ഘടകവും അതുപോലെ തന്നെ ആവേശം അല്ലെങ്കിൽ രാജ്യക്കൂറ് എന്ന സ്പിരിറ്റും ഉണ്ടായിരിക്കേണ്ടത്. അവരുടെ പ്രവർത്തനം ഭരണം നടത്തലാണ്. അവർക്കാണ് രാഷ്ട്രീയ അധികാരമുള്ളത്. അതേസമയം തൊഴിലാളികൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടേണ്ടത്. അഥവാ സാമ്പത്തികമായ ഉൽപാദന പ്രക്രിയയിലാണ് അവർ നടക്കേണ്ടത്. അവർക്കാണ് സാമ്പത്തികമായ അധികാരം. പ്ലാറ്റോയുടെ അഭിപ്രായ പ്രകാരം സാമ്പത്തികവും രാഷ്ട്രീയവുമായ അധികാരം ഒരു ആളുടെ കയ്യിൽ തന്നെ ഒരുമിച്ച് കൂടാൻ പാടില്ല. സാമ്പത്തിക അധികാരം തൊഴിലാളികളായിരിക്കണം, അതുപോലെ രാഷ്ട്രീയ അധികാരം മറ്റു രണ്ട് വിഭാഗത്തിലുമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഉന്നത വിഭാഗത്തിൻ്റെ ആൾക്കാരായ രണ്ട് കൂട്ടക്കാരും സാമ്പത്തിക അധികാരം കൈയാളാൻ പാടില്ല. അവർക്ക് സ്വന്തമായി സ്വകാര്യ സ്വത്തുണ്ടാവാൻ പാടില്ല. അവർക്ക് സ്വകാര്യമായ കുടുംബം ഉണ്ടാവാൻ പാടില്ല. അവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടാവാൻ പാടില്ല. അവർക്ക് സ്വന്തമായി വീടുണ്ടാവാൻ പാടില്ല. അവർ വലിയ ഹാളിലാണ് താമസിക്കേണ്ടത്, അല്ലെങ്കിൽ വലിയ ബാരക്കിലാണ് താമസിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഹാള് തന്നെ നമ്മളെ ക്യാമ്പ് എന്നെല്ലാം പറയില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് താമസിക്കേണ്ടത്. അവരൊക്കെ ഒറ്റ സമൂഹം പോലെയാണ് ജീവിക്കേണ്ടത്. അവരൊക്കെ പൊതു ക്യാൻറ്റീനിൽ നിന്നാണ് അവർ ഭക്ഷണം കഴിക്കേണ്ടത്. അവർ രാജ്യത്തിൻ്റെ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ മാത്രമായി പൂർണ്ണമായും ഇടപെട്ട് പ്രവർത്തിക്കേണ്ടതാണ്. അവർക്ക് കൃത്യമായി ഒരു ഫിക്സ്ഡ് സാലറി ലഭിക്കും. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വർഷത്തേക്ക് ആവശ്യമായ ഒരു തുകയായിരിക്കും അത്. അതുകൊണ്ട് തന്നെ പ്ലാറ്റോയുടെ അഭിപ്രായ പ്രകാരം സ്വന്തമായൊരു കുടുംബമുള്ളത് ഇവർക്ക് മാത്രമാണ്, തൊഴിലാളികൾക്ക് മാത്രമാണ്. സ്വന്തമായി സ്വകാര്യ സ്വത്തുള്ളതും തൊഴിലാളികൾക്ക് മാത്രമാണ്. അഥവാ ഫാമിലി സിസ്റ്റം എന്നുള്ളതും ഫാമിലി ഫീലിംഗ് എന്നുള്ളതൊക്കെ വ്യക്തിപരമായ ഒരു ചിന്താഗതിയിലേക്ക് പോകും. ഇത് ഭരണത്തിന് മോശമായി ഭരണപ്രവർത്തനത്തിൽ തെറ്റായി ഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പ്ലാറ്റോ പറയുന്നത് ഇവിടെ കമ്മ്യൂണിസമാണ് ആവശ്യം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഉന്നത വിഭാഗക്കാർക്കൊക്കെ പൊതു സ്വത്താണ്. എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്തായിട്ട് കുറേയൊക്കെ തൊഴിലാളികൾക്ക് പോയി, ബാക്കിയുള്ള സ്വത്തൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്വത്താണ്. ആ ഗവൺമെൻറ്റിൻ്റെ സ്വത്ത് ആസ്വദിക്കാൻ കഴിയുന്നത് സൈനികർക്കും അതുപോലെ ഭരണത്തിലുള്ളവർക്കും. അതുപോലെ തന്നെ കുടുംബവും അവർക്കൊക്കെ ഒറ്റ കുടുംബമാണ്. ഇതാണ് പ്ലാറ്റോൻ്റെ ഫാമിലി എന്നും സമ്പത്ത് എന്നുമുള്ളതായ ആശയം. ഈ ആശയത്തെ ശക്തമായി എതിർക്കുന്നവരുണ്ട്. അതിലെതിർക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യം, കമ്മ്യൂണിസം ഓഫ് വൈഫ്സ് ആൻഡ് ചിൽഡ്രൻ ഈസ് അൺറിയൽ. അഥവാ ഭാര്യമാരും കുട്ടികളും പൊതു സ്വത്തായിരിക്കണം എന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് ആണ്. അഥവാ ആരോഗ്യപരമായി നല്ലതുമല്ല, അതേപോലെ തന്നെ യാഥാർത്ഥ്യത്തോട് യോജിക്കാത്തതുമാണ്. ഇത് മനുഷ്യ പ്രകൃതത്തിനും സാമൂഹ്യ സുരക്ഷിതത്വത്തിനും എതിരാണ്. രണ്ടാമതായി വിമർശനം ഉന്നയിക്കുന്നത് താഴ്ന്ന വിഭാഗങ്ങൾക്ക് മാത്രമേ സ്വന്തമായി മക്കളും ഭാര്യയും ഉണ്ടായിരിക്കേണ്ടത് എന്നാണ്. ഇതും മനുഷ്യപ്രകൃതത്തിന് എതിരാണ്. അവിടെ എതിരെന്ന് പറയാൻ കാരണം അവർക്ക് മാത്രം എന്ന് പറയുന്നതുകൊണ്ടാണ്. അല്ലാതെ താഴേക്കടയുള്ള ആൾക്കാർക്ക് സ്വന്തമായി ഭാര്യ ഉണ്ടാകുന്നതോ സ്വന്തമായി മക്കൾ ഉണ്ടാകുന്നതൊന്നും തെറ്റായിട്ട് പറയുന്നില്ല. മറിച്ച് അവർക്ക് മാത്രമാകുമ്പോഴാണ്. അതേ ആശയം തന്നെയാണ് മുകളിലും പറഞ്ഞത്. പോട്ടെ, എണ്ണാൻ വേണ്ടിയിട്ട് എണ്ണണമെങ്കിൽ എണ്ണിക്കോന്ന് പറയില്ലേ. മൂന്നാമത്തത്, വിവാഹം എന്നുള്ളത് ഒരു മെക്കാനിക്കൽ ഒരു സാങ്കേതിക പ്രവർത്തനമല്ല, ഒരു യാന്ത്രികമായ പ്രവർത്തനമല്ല. അതൊരു സാമൂഹ്യ സ്ഥാപനമാണ് വിവാഹം എന്നത്. അഥവാ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യ കാര്യമാണ് വിവാഹം എന്നുള്ളത്. ഇത് കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതായ ഒരു കാര്യമായിട്ടാണ് പ്ലാറ്റോ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കാൻ പാടില്ല. വിവാഹം എന്നുള്ളത് മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു വല്ലാത്തൊരു കൂട്ടുകെട്ടാണ്.
അപ്പോൾ അതാണ് നിലനിർത്തേണ്ടത്. അല്ലാതെ പ്ലാറ്റോ പറഞ്ഞ ആശയത്തിനനുസരിച്ചല്ല വേണ്ടത്. അതാണ് മൂന്നാമത്തെ വിമർശനം. നാലാമത്തെ വിമർശനമായി പറയുന്നത് കമ്മ്യൂണിസം, പ്ലാറ്റോൻ്റെ ആശയപ്രകാരം കമ്മ്യൂണിസം എന്നുള്ളത് അത് ഒരു നല്ലതല്ല, അൺഹോളി എന്നാണ് പറഞ്ഞത്. ഹോളി എന്ന് പറഞ്ഞാൽ ദൈവാത്മകം അല്ലെങ്കിൽ മഹത്വമേറിയതെന്നാണ്, അൺഹോളി എന്ന് പറഞ്ഞാൽ മഹത്വമേറിയത് അല്ലാത്തതാണെന്നാണ്. അപ്പോൾ അതൊരു നല്ലതല്ല. ഇത് സംസ്കാരം എന്ന ആശയത്തിൻ്റെ വിരുദ്ധമാണ്. സംസ്കാരമില്ലാത്ത കൂട്ടക്കാരുടെ ഒരു സങ്കല്പമാണ് പ്ലാറ്റോ പറഞ്ഞിരിക്കുന്നത്, പ്ലാറ്റോയുടെ കമ്മ്യൂണിസത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഥവാ ഒരു ഫാമിലി സോൾജിയർ, സൈന്യത്തിനോ അതുപോലെ ഫിലോസഫർക്കോ സ്വന്തമായ ഒരു ഫാമിലി, ഒരു ഭാര്യ ഇല്ലാന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഇല്ലാതെ കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളത് സിവിലൈസ്ഡ് ആശയത്തിന് അഥവാ സംസ്കാരമുള്ള ആശയത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ ആശയം ശരിയല്ല എന്നാണ് വിമർശകർ പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു പാരഗ്രാഫും കൂടിയുണ്ട് 28ാമത്തെ പേജിൽ. എസ്റ്റിമേറ്റ് ഓഫ് പ്ലാറ്റോ. അതെന്താ എസ്റ്റിമേറ്റ് ഉദ്ദേശിക്കുന്നത്? കണക്കുകൂട്ടലോ? പ്ലാറ്റോയുടെ കണക്കുകൂട്ടൽ. പ്ലാറ്റോ വിചാരിക്കുന്നത് ഇങ്ങനെ. പ്ലാറ്റോ കുറേ ഭയങ്കരമായ ചിന്താഗതിയിൽ കുറേ രാജ്യത്തിൻ്റെ ആശയങ്ങളൊക്കെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ അയാളുടെ ഉദ്ദേശം എങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ. പ്ലാറ്റോ എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവകാരിയാണ്. വിപ്ലവത്തിൻ്റെ ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുണ്ടായിരുന്ന ഗ്രീസിലെ സമൂഹം അതുപോലെ ജനാധിപത്യം ഈ ആശയത്തിന് വിരുദ്ധമായിരുന്നു ഇദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ ആശയത്തിന് മുകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അന്നത്തെ കാലത്തുള്ള ജനാധിപത്യം എന്നുള്ളത് തകർച്ചയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അന്നത്തെ ജനാധിപത്യത്തിനും അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥക്കും എതിരായിരുന്നു പുള്ളിക്കാരൻ പേരെന്തേനു? പ്ലാറ്റോ. അഥവാ അന്ന് നിലനിന്നിരുന്ന സമൂഹമെന്ന ആശയത്തിന് വിരുദ്ധമായിട്ടായിരുന്നു പ്ലാറ്റോവിൻ്റെ ആശയങ്ങൾ. അഥവാ അരിസ്റ്റോട്ടിൽ, സീസറോ, ഡാൻറ്റെ തുടങ്ങിയ ആൾക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ ആശയം പ്രചോദനമായി. സമൂഹം, സ്റ്റേറ്റ് എന്നിവയെക്കുറിച്ചുള്ള ഒരു വ്യവസ്ഥാപിതമായ ആശയം ആദ്യമായി ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. അഥവാ ഇദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു ആദ്യത്തെ വ്യവസ്ഥാപിതമായ ആശയങ്ങൾ. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ ആശയമാണ് യൂറോപ്പിൽ മൊത്തത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസപരമായുള്ള ആദ്യത്തെ ആശയം. ഈസ് ഐഡിയാസ് അബൌട്ട് ദ റൂൾ ഓഫ് ഇൻ്റലക്ച്വൽസ്, അഥവാ ബുദ്ധിമതികളായ ആൾക്കാരാണ് നിയമങ്ങൾ നിർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ രാജ്യം ഭരിക്കേണ്ടത് എന്ന ആ ആശയമുണ്ടല്ലോ, ആ ആശയം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി. കാരണം വിദ്യാഭ്യാസമുള്ളവരാണല്ലോ ഭരണം നടത്തേണ്ടത്, അധികാരം കൈയാളേണ്ടത്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഇദ്ദേഹത്തിൻ്റെ ആശയത്തിലൂടെ ഒരു പ്രചരണം വന്നു. നീതിയെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ ആശയം അതിന് പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ വളരെ പ്രാധാന്യം ലഭിച്ചു. സ്ത്രീക്കും പുരുഷനും തുല്യമായ വിദ്യാഭ്യാസം നൽകണമെന്നും തുല്യമായ സ്റ്റാറ്റസ് നൽകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയം ആദ്യമായി ഉടലെടുത്തത് അത്തരം ആശയം ആദ്യമായി ഉടലെടുത്തത് പ്ലാറ്റോവിലൂടെയാണ്. ഇദ്ദേഹം സ്റ്റേറ്റ് എന്ന സങ്കല്പം ഇങ്ങനെ എന്താണ് പറയുക രൂപീകരിച്ച് കൊണ്ടുവന്നപ്പോൾ, ഇദ്ദേഹം സ്റ്റേറ്റ് എന്ന ആശയം രൂപീകരിച്ച് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം രൂപീകരിച്ച ആ രൂപമാണ് പിന്നീട് നാഷണലിസം അഥവാ ദേശീയത എന്ന ചിന്താഗതി ഉയർന്നു വരാൻ ഇടയായത്. ഇത്രയാണ് നമ്മുടെ പ്ലാറ്റോയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പ്ലാറ്റോവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതോടെ പ്ലാറ്റോൻ്റെ അവസ്ഥ കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ മരണപ്പെട്ടു. എത്രയെല്ലാം മരണപ്പെട്ടത് മുമ്പ് പറഞ്ഞല്ലോ, 81 വയസ്സ് വരെ ജീവിച്ചു. 27ാമത്തെ പേജാണ് കഴിഞ്ഞത്. 28ാമത്തെ പേജിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അരിസ്റ്റോട്ടിലിനെ കുറിച്ചാണ്. അദ്ദേഹം ഇങ്ങനത്തെ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞിരുന്നൊന്നും ഇപ്പോൾ ആർക്കറിയാം. പ്ലാറ്റോൻ്റെ അക്കാദമിയിൽ പഠിച്ചു വന്ന ആളാണ് അരിസ്റ്റോട്ടിൽ.
384 മുതൽ 322 വരെയുള്ള 62 വർഷമാണ് ഇദ്ദേഹം ജീവിച്ചത്. അതിൻ്റെ ഇടയിൽ തന്നെ എന്തെല്ലാം കാട്ടിക്കൂട്ടി നീ ആർക്കറിയാം. നോക്കാം നമുക്ക് അടുത്ത വോയിസ് ക്ലിപ്പിൽ. ഓക്കെ.